ഇന്നത്തെ റെസിപ്പി വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാമ്പാറാണ്. അതിന് വേണ്ടി 1/2 കപ്പ് സാമ്പാർ പരിപ്പ് ഞാൻ കഴുകി വൃത്തിയാക്കി കുക്കറിലിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെന്ത് വന്നിട്ടുണ്ട്. 3 വിസിലോളം നമ്മൾ ഇട്ടെടുത്ത് നന്നായി വേവിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് കയ്യിൽ വെച്ചൊന്ന് ഉടച്ചെടുക്കാം. അപ്പോൾ ഇതിൽ ഒരുപാട് വെള്ളമുണ്ട്, കുഴപ്പമില്ല, നമുക്കിതിൽ വെജിറ്റബിളൊക്കെ ഇട്ട് വേവിക്കാനുള്ളതാണ്. അപ്പോൾ ഞാനിതിലേക്ക് വേണ്ടിയിട്ട് ഒരു ഉരുളൻകിഴങ്ങ്, അതുപോലെ ഒരു സവാള, ഒരു തക്കാളി, അതുപോലെ ഒരു വഴുതന, ഒരു കഷ്ണം മത്തനാണ് എടുത്തിട്ടുള്ളത്. എൻ്റെ അടുത്ത് ഇത്രയും വെജിറ്റബിൾസേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ ഈ വെജിറ്റബിൾസ്, നിങ്ങളുടെ കയ്യിൽ എത്രത്തോളം വെജിറ്റബിൾസ് ഉണ്ടോ അത്രയും നമുക്ക് പല ഐറ്റം വെജിറ്റബിൾസും ഉള്ളതൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇഷ്ടമുള്ള അതിനനുസരിച്ച് ചെയ്യാം. അപ്പോൾ ഞാൻ ഇത്രയും വെജിറ്റബിൾസാണ് ഇട്ടെടുത്തിട്ടുള്ളത്. ഇത് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ എങ്ങനെ സാമ്പാർ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിതിലേക്ക് ഒരു 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്തെടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ 2 ടേബിൾ സ്പൂൺ സാമ്പാർ പൗഡറാണ് ഇട്ടെടുക്കുന്നത്. സാമ്പാർ പൗഡർ ഇട്ടെടുത്തതിന് ശേഷം നമുക്ക് കൂട്ട് പെരുങ്കായം ഉണ്ടല്ലോ, സാമ്പാറിൻ്റെ കായം, അസഫട്ടയുടെ പൗഡർ, അത് നമുക്കൊരു നുള്ളിട്ടെടുക്കാം. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പുളിയെടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. അത് നന്നായിട്ട് പിഴിഞ്ഞെടുത്തതാണ്. അതിൻ്റെ ചാറ് ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ട് നമുക്കിത് ഇളക്കി യോജിപ്പിക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടച്ച് വെച്ച് വെയിറ്റ് ഇട്ട് കൊടുത്ത് ഒരു വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ സാമ്പാർ ഒരു വിസിൽ അടിച്ചതിന് ശേഷം അതിൻ്റെ ആവിയൊക്കെ പോണ വരെ വെയിറ്റ് ചെയ്തു. ഞാൻ തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ സാമ്പാർ അടിപൊളിയായിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയൊരു സാമ്പാറാണ്. ഒരുപാട് ടൈമൊന്നും ഇതിന് വേണ്ട. ഒരൊറ്റ വിസിൽ കൊണ്ട് തന്നെ നമ്മുടെ സാമ്പാർ റെഡി ആയി കിട്ടും. നമ്മൾ പരിപ്പ് വെക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഈ വെജിറ്റബിൾ ഇട്ടെടുത്തിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പം ഞാനിതിലേക്ക് വറവ് ഇടാൻ വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് 2 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂൺ കടുക് ഇട്ടെടുത്തിട്ടുണ്ട്. കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് 1 സ്പൂൺ നല്ല ജീരകം കൂടെ ഇട്ടെടുക്കാം. അതിലേക്ക് 2 വറ്റൽമുളക് പൊട്ടിച്ചിട്ടെടുത്തിട്ടുണ്ട്. അതിന് കൂടെ തന്നെ ഒരു 3-4 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ടെടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് നല്ല മൂത്ത് വരട്ടെ. അപ്പോൾ നമ്മുടെ ഏകദേശം നമ്മൾ സാമ്പാറിൻ്റെ പണി കഴിയാറായി. ഇന്ന് നല്ല മൂത്ത് വന്നിട്ടുണ്ട്. നല്ല മൂത്തതിന് ശേഷം നമുക്ക് നമ്മൾ സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ സാമ്പാറാണ്. ബിഗിനേഴ്സിനൊക്കെ തെറ്റുകൂടാതെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ സാമ്പാറാണ്. പിന്നെ ഒരു പണിയില്ല. എല്ലാവർക്കും സാമ്പാറൊക്കെ ഉണ്ടാക്കാൻ അറിയണ്ടാവുമെന്ന് വിചാരിക്കണം. ഉണ്ടാക്കാൻ അറിയാത്തവർ കുറവായിരിക്കും. എന്നാലും ബിഗിനേഴ്സൊക്കെ ഉണ്ടാവുമല്ലോ സാമ്പാർ ഉണ്ടാക്കാൻ അറിയാത്തവർക്ക്, അവർക്കൊക്കെ ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. വളരെ ടേസ്റ്റിയായ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ സമയത്ത് വെള്ളത്തിൻ്റെ കുറവോ എന്തെങ്കിലും തിക്ക് കൂടിക്കഴിഞ്ഞാൽ നമുക്കതിൽ വെള്ളം ഒഴിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ വറവിട്ട പാത്രത്തിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് തിളപ്പിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചെടുത്താൽ മതി. ഇപ്പം നമ്മുടെ സാമ്പാർ ഇവിടെ സൂപ്പറായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് അപ്പത്തിന്, ഇഡ്ഡലിയുടെ കൂടെ, അതുപോലെ ദോശൻ്റെ കൂടെ ഒക്കെ സെർവ് ചെയ്യുക. അതേപോലെ ചോറിൻ്റെ കൂടെ ഒക്കെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാർ തന്നെയാണ്. ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കമൻറ്റ് അറിയിക്കണേ.